ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ്ലീഹ തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ ചില മുന്നറിയിപ്പുകളാണ് തീമോഥെയോസിനോട് പറയുന്നത്. ഇനി ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അദ്ദേഹം പറയുന്ന അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അങ്ങനെ വരുന്നതായ സമയം കഷ്ടപ്പാടുകളുടെ കാലമായിരിക്കും. അദ്ദേഹം പറയുന്നു, ചില സ്വഭാവദൂഷ്യമുള്ള ആളുകൾ സഭയിൽ എഴുന്നേൽക്കാൻ സാധ്യതയുണ്ട്. അവർ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധി ഇല്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും. അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരും വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തി ഉള്ളവരുമായിരിക്കും. അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കും. 16 കാര്യങ്ങൾ പൗലോസ്ലീഹ ഇവിടെ പറയുന്നുണ്ട് സ്വഭാവ വൈകല്യമായി. അതൊക്കെയുള്ള ആളുകൾ ഇനി സഭയിൽ എഴുന്നേൽക്കാൻ സാധ്യതയുണ്ട്. ഇതിന് ആധുനിക കാലത്ത് നമുക്കിതൊക്കെ കണ്ടു മനസ്സിലാക്കാവുന്നതുമാണ്. അങ്ങനെയുള്ള ആളുകൾ ഒക്കെ ഉണ്ടാകുമ്പോൾ അവർ ചെയ്യുന്നത് പറയുന്നു, അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ അവർ നിഷേധിക്കും. അവരിൽ നിന്ന് അകന്നു നിൽക്കണം. അവരിൽ ചില ആളുകൾ വീടുകളിൽ നുഴഞ്ഞു കയറി ദുർബലകളും പാപങ്ങൾ ചെയ്ത് കൂട്ടിയവരും വിഷയാസക്തിയാൽ നയിക്കപ്പെടുന്നവരുമായ സ്ത്രീകളെ അവർ വശപ്പെടുത്തും. ഏദനെന്ന പർദീസായിൽ ആദമറിയാതെ പിശാച് ഹൗവയെ വന്ന് വശീകരിച്ചതുപോലെ അങ്ങനെയുള്ളതായ കാര്യങ്ങൾ സഭയിലും സംഭവിക്കാവുന്നതാണ്. അങ്ങനെയുള്ള സ്ത്രീകൾക്കൊരിക്കലും സത്യത്തെപ്പറ്റി പൂർണ്ണമായ ജ്ഞാനത്തിൽ എത്തിച്ചേരാൻ അവർക്ക് സാധിക്കുകയില്ല. എന്നിട്ട് അദ്ദേഹം 2 ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. മോശയുടെ കാലത്ത് അല്ലെങ്കിൽ മാന്ത്രിക വിദ്യ കൊണ്ട് ആ സത്യത്തെ നിഷേധിക്കാൻ ശ്രമിച്ച 2 പേര്, യൂനീസും എംബ്രോസും. ഇവരെ യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഈജിപ്തുകാരായ മാന്ത്രികരാണ്. ഇവരാണ് മോശ ഫറവോന്റെ സന്നിധിയിൽ ചെന്നപ്പോൾ മോശ ചെയ്ത പല വീര്യപ്രവൃത്തികളും അന്നത്തെ മന്ത്രവാദികൾക്കും ചെയ്യാൻ സാധിച്ചു നമ്മൾ വായിക്കുന്നുണ്ടല്ലോ പഴയ നിയമത്തിൽ. അപ്പം അങ്ങനെ പൈശാചിക ശക്തി കൊണ്ട് വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരൊക്കെയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ 9 മുതലുള്ള വാക്യങ്ങൾ പൗലോസ്ലീഹ പറയുന്നു, ഇങ്ങനെ വരുന്നവർക്ക് താൽക്കാലിക വിജയം അവർക്ക് ചിലപ്പോൾ കണ്ടേക്കാം. എന്നാൽ അധികം അവർ മുന്നോട്ട് പോകുകയില്ല. കാരണം വെളിച്ചം കാണുമ്പോൾ അന്ധകാരം ഓടിമറയുന്നത് പോലെ യഥാർത്ഥ വെളിച്ചമായ ആ ക്രിസ്തുവിൻ്റെ അനുഭവം വരുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാനാവില്ല. അവിടുത്തെ മന്ത്രവാദികൾ അന്ന് ഫറവോന്റെ സന്നിധിയിൽ ചില വീര്യപ്രവൃത്തികൾ ചെയ്തെങ്കിലും മോശയുടെ മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ അവർക്ക് സാധിച്ചില്ലല്ലോ. ആയതുപോലെ അപ്പോൾ ഇതിൽ പൗലോസ്ലീഹ പറയുന്നു, അവയിൽ നിന്നെല്ലാം എൻ്റെ കർത്താവ് എന്നെ രക്ഷിച്ചു. സ്തോത്രത്തോടെയുള്ള വിശുദ്ധ പൗലോസിൻ്റെ ഈ പ്രസ്താവന ദൈവവേല ചെയ്യുന്നവർക്ക് ഒരു പ്രോത്സാഹനമാണ്. അപ്പം ക്രിസ്തുവിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കഷ്ടപ്പാടുകളും അത് സ്വാഭാവികമായിട്ടുണ്ടാകാം, മറ്റുള്ളവരിൽ നിന്നും ഉണ്ടാകാം. അത് നിശ്ചയമാണെന്ന് പൗലോസ്ലീഹ ഇവിടെ പറയുന്നു. അപ്പം അതുകൊണ്ട് സഭാ ശുശ്രൂഷകരും അതിൻ്റെ പ്രവർത്തകരും ആധ്യാത്മിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവരും പഠിക്കുകയും ഉറപ്പായി വിശ്വസിക്കുകയും ചെയ്ത കാര്യങ്ങൾ അപ്പോസ്തോലികവും സത്യവുമാണെന്നുള്ള ഉറപ്പോടെ നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ അപ്പോസ്തലനായ പൗലോസ്ലീഹ പ്രസ്താവിച്ചിട്ടുള്ളതാണ്.
പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അതൊക്കെയാണ് ഇപ്പോൾ ഈ ഭൂമിയിലും ഇന്നത്തെ ആധുനിക ക്രൈസ്തവ സമൂഹത്തിലും നമുക്കിതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഇനി വരുന്ന 16-17 വാക്യങ്ങളിൽ പൗലോസ്ലീഹ പറയുന്നു, വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണ്, ദൈവപ്രേരിതം, പരിശുദ്ധാത്മ പ്രേരിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ളതായ പരിശീലനത്തിനും അത് ഉപകരിക്കുന്നു. ഇതാണ് ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയും ഏറ്റവും വലിയ പ്രസക്തിയും. അതാണ് അത് വെറും മാനുഷികമായ ചിന്തയിൽ നിന്ന് എഴുതപ്പെട്ടതല്ല, പരിശുദ്ധാത്മ പ്രേരിതമായി ദൈവ നിയോഗമായി എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അവയുടെ ഉദ്ദേശം 1 പ്രബോധനം നൽകുക എന്നുള്ളതാണ്, 2 ശാസനത്തിനാണ്, 3 തെറ്റുതിരുത്താനാണ്, 4 നീതിയിലുള്ളതായ പരിശീലനത്തിനാണ്. നമ്മൾ വേദപുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ വചനം ഈ രീതിയിൽ നമ്മളെ സ്വാധീനിക്കും. ഈ രീതിയിൽ നമ്മുടെ തെറ്റുകളെ തിരുത്തുവാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അത് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ അത് നമ്മെ സഹായിക്കുന്നതാണ്. അതിന് 17-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നു, അതുമൂലം ദൈവോന്മുഖനായ മനുഷ്യൻ എല്ലാ സൽക്കാര്യങ്ങളും ചെയ്യുവാൻ പ്രാപ്തനും അങ്ങനെ പൂർണ്ണനാകുവാനും ഇടയാകും. അപ്രകാരം ഈ ദൈവത്തിൻ്റെ ഈ വചനം നമ്മെ ശക്തീകരിക്കട്ടെ. നമ്മുടെ വേദപുസ്തക വായനകളും ധ്യാനങ്ങളും ഒക്കെ അതിനെ നമ്മളെ ബലപ്പെടുത്തട്ടെ. പൗലോസ്ലീഹ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഇങ്ങനെ ദൈവമില്ലാത്ത പല ആളുകളും ദൈവത്തിൻ്റെ ആ നാമത്തിൽ അവരുടെ ലക്ഷ്യം വേറെയാണ്, അങ്ങനെ വന്ന് വീര്യപ്രവൃത്തികളൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതൊന്നും നമുക്ക് കാണാം. അവിടെ മന്ത്രവാദികൾ ചെയ്തതുപോലെ തന്നെ ചെയ്തേക്കാം മോശയുടെ കാലത്ത്. അതൊന്നും കണ്ടിട്ട് നമ്മൾ ചഞ്ചലപ്പെടാൻ പാടില്ല. നമ്മൾക്ക് ബോധ്യമായ സത്യവിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായിട്ട് തീരണം. അത് അദ്ദേഹം തീമോത്തിയോസിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ കൊടുത്തതായ മുന്നറിയിപ്പ് ഇന്നും സഭയിൽ നടക്കുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആ ദൈവാത്മാവിന് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം വേദപുസ്തകം വായിക്കുവാനും ധ്യാനിക്കുവാനും അതിൻ്റെ കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനും നമുക്കിടയാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ.